ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കുന്നത് പോലെ ഞാൻ ഇന്ന് പുളിയോഗരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, നമുക്കിപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഐശ്വര്യമായിട്ട് പാൻ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുളിയോഗര ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. പിന്നെ ഓയിലിന്റെയും മറ്റു സാധനത്തിന്റെയും പ്രത്യേകം അളവൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇടുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മിക്ക സാധനങ്ങളും എൻ്റെ ഒരു ടേസ്റ്റിന് നോക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ കടുകിട്ടു. കടുക് പൊട്ടാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ തീയൊക്കെ കൂട്ടി എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതെനിക്ക് പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ, എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പൊതുവെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയാൽ തന്നെയും ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പൊടി അതിന് കിട്ടും പുളിയോഗരയ്ക്ക് വേണ്ടിയിട്ടുള്ള. അത് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്, കാണിക്കാം. ഞാൻ അത് ജസ്റ്റ് ഇട്ട് മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ കടുകൊക്കെ ഓൾമോസ്റ്റ് ഒരുവിധം പൊട്ടി റെഡിയായി കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ജീരകം ഇടാം. അതൊന്ന് പൊട്ടും. അതൊന്ന് പൊട്ടി റെഡിയാകുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ 5 വറ്റൽമുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അത് എന്തിട്ടാലും നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇടണം. ഞാൻ 5 വറ്റൽമുളകാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടൊരു 4 അല്ലി വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇവിടെ എരി ഒരുപാട് വേണ്ട, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞ സവാളയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. എനിക്കൊരു 1.5 സവാള മതിയായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള മസാല കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ള രീതിയിൽ ഇട്ടാൽ മതി. എനിക്ക് എപ്പോഴും ഇച്ചിരി മസാല മുന്നേ നിൽക്കുന്നതാണ് ഇഷ്ടം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. സവാള നല്ല പോലെ ഒന്ന് റെഡിയായി വന്നാൽ മാത്രമേ ഏതൊരു കറിക്കാണെങ്കിലും ഞാൻ കറി എന്ന് പറഞ്ഞില്ലേ, കറി എന്ന് മാത്രമല്ല ഏതൊരു കാര്യത്തിനാണെങ്കിലും സവാള നല്ല രീതിക്കൊന്ന് മിക്സായി നല്ല പോലെ ഒന്ന് ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം അതൊന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല തിക്കായിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പുളിവെള്ളം ഞാൻ തിക്കായിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. എനിക്ക് എരിവിത് മതി, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പുളിയോഗരയുടെ ഒരു പൗഡർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ഞാൻ ചേർക്കുന്നത്. ഞാനൊരു 4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പുളിയോഗരയുടെ ആ ഒരു മിക്സ്. ഇതിൻ്റെ കൂടെ ചേർത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഞാൻ ഇപ്പം ഉപ്പ്, നിങ്ങൾക്ക് ആ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം, പിന്നെ നോക്കിയിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. കാരണം അതിൻ്റെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ ഒരു മുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ, അപ്പം അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മളതൊന്ന് അടച്ചു വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കി കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് അത് വന്നിട്ടുണ്ട്. അടിക്കൊക്കെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഞാൻ നല്ല കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് നമുക്ക് കായപ്പൊടി ഇടണം. അത് ആവശ്യത്തിന് ഇടുക. ഞാനൊരളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ആ ഫ്ലേവർ അനുസരിച്ച് ആവശ്യത്തിന് കുറച്ച് കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഉപ്പൊക്കെ നിങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഉപ്പൊക്കെ നോക്കി എല്ലാം ഓക്കെ ആണോ എന്നെണ്ണം. കാരണം നമ്മൾ ഇതിന് ശേഷം നമ്മൾ റൈസ് ഇടാൻ പോവാണ്. അപ്പം റൈസ് ഇടുമ്പോൾ പിന്നെ ഉപ്പ് കയറിയും കുറഞ്ഞും നിൽക്കുന്ന ആ ഒരു ഇത് വരരുത്. അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. കൂടിയാലും വിഷയമാണ്, കുറഞ്ഞാലും വിഷയമാണ്. കുറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തിടാം. കൂടിയാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമുക്ക് റൈസ് ഇടാവേ. ആ വന്ന കൈ എൻ്റെ ഭർത്താവിൻ്റെ, ഞാൻ റൈസ് ഇടാൻ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചതാണ്. അപ്പോൾ റൈസ് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന്
മിക്സ് ചെയ്യണം. കാരണം ഈ മസാല ഈ റൈസിന്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ പിടിക്കണമല്ലോ. അതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പുളിയോഗരയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ മസാലയും ആ റൈസും കൂടി അങ്ങ് സെറ്റ് ആവണം. കാണുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം വരണം വായിൽ, അത്രയും സെറ്റ് ആവണം. അതോട് ഞാൻ നല്ല രീതിക്കിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടിട്ട് ഇങ്ങനെ എന്താ പറയുക, ആ റൈസ് ഉടഞ്ഞു പോകുന്ന രീതിയിലിട്ട് ഇളക്കാതിരിക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യും വേണം, എന്നാൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാൻ വേണം. അങ്ങനെ അപ്പം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഞാൻ എല്ലാ ഭാഗത്തും ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ച് കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ആദ്യം കടുക് വറുക്കുന്ന സമയത്തൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ്. അതിൻ്റെ ഇല്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ കുറച്ച് പുളിയോഗരയുടെ മസാല ഉണ്ടല്ലോ, അതൊരു ചുമ്മാ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഞാനിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഇതിനുശേഷം ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മുകളിൽ വെറുതെ നമ്മൾ ഈ അവിയലിനൊക്കെ കുറച്ച് എണ്ണ ഇങ്ങനെ മുകളിൽ ഒഴിക്കുമല്ലോ, അതുപോലെ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ച് ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം. ഈ പുളിയോഗര എന്ന് പറയുന്ന സാധനം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇൻസ്റ്റന്റ് പൗഡർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയത്, അതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്കപ്പം പുളിയോഗരയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കാം. അപ്പം ഞാൻ ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ചീനിച്ചട്ടി എന്ന് തന്നെയല്ലേ പറയുന്നത്. ഓക്കെ, വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിനോട്ട് കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കളർ മാറി വരിക എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊഞ്ച് തീയലിനൊക്കെ എടുക്കുന്ന ആ പരുവമൊന്നും അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കളറൊന്ന് മാറി വന്നാൽ മതി. അതുവരെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പച്ച തേങ്ങയും കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത് ചൂടാവും തോറും ഒരു പ്രത്യേക മണം വരും. അത് ഭയങ്കര രസമാണ്. ഇത് ഈ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളത് ഭയങ്കര ചടങ്ങാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇത് ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ തേങ്ങ വറുത്തെടുക്കുന്നത് കുറച്ച് ചടങ്ങാണ്, പക്ഷെ എന്നാലും ടേസ്റ്റാണ്. നമ്മൾ ഈ തേങ്ങ ഒന്ന് കളർ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടി ഇടണം. എന്നിട്ട് അതും മൊത്തത്തിൽ ഈ തേങ്ങയായിട്ടൊന്ന് പിടിക്കുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ച കുത്തു മാറുന്നത് വരെ ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പുളിയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ആ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പറ്റുമെങ്കിൽ മാറ്റി വെക്കുന്ന സമയത്ത് ഒരടപ്പെടുത്താവുന്ന അടച്ചു വെച്ചിരുന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് പുളി ഇടുകയാണ്. വെളുത്തുള്ളി ഇട്ടു. ചുമ്മാ വെറുതെ ഒന്ന് ആ ചൂടത്തൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഞാനിത് കുറച്ച് നേരം അടച്ചു മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് ആക്കണം. ഞാനൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചീറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല പോലെ അരച്ചെടുക്കണം. ഉപ്പിടാൻ മറക്കരുത് ഗൈസ്. നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. പുളിയോഗര റെഡിയാണ്. ഇതിൻ്റെ ഏറ്റവും സൂപ്പർ കോമ്പിനേഷനാണ് പുളിയോഗരി, ചട്നി, പപ്പടം. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. താങ്ക്സ് ടു ആർച്ച, കാരണം അവളാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത്. താങ്ക് യു.